ഏതായാലും ഓൾ അടുക്കളയിൽ തന്നെ ഉണ്ട്. മരിയോളെ കാണാനില്ലല്ലോ. ഓളെ ഔത്താവും. ഏതായാലും നന്നായി. ഏതായാലും ഇവിടെ വിളിച്ചോക്കാം. എനിക്ക് ഉറക്കം വിളിക്കാനും വെച്ചാൽ മറ്റുള്ളവർ കയറി വന്നാലോചിച്ചിട്ടാണ്. പെമ്പറന്നോക്ക് ചെവി കേൾക്കൂല റബ്ബേ. മരിയോള് കയറി വന്നപ്പോ പെമ്പറന്നാളെ ചെവി അടിച്ചു പോയാ. എന്താ മനസ്സിലായിരുന്നു? എന്താ അവിടെ വന്നിട്ട് സൂസൂസ് വിളിക്കണേന്ന് എന്റെ പേരെടുത്ത് വിളിച്ചൂടെ? പൊന്നാരെന്താ ഇവിടെ അന്നെ സുലേഖാന്ന് വിളിക്കാനൊക്കെ നല്ല പൂതിയുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? സുലേഖാന്ന് നീട്ടി വിളിക്കുമ്പോത്തിന് എൻ്റെ മരിയോളുണ്ട് മണ്ടി വരൂ വിചാരിച്ചിട്ട് പേടിച്ചിട്ടാണ്. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മുത്തുമണികളും ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. എന്നാലാണെങ്കിൽ ഞങ്ങൾ കഥ എന്താണെന്ന് മനസ്സിലാവോളും. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വീഡിയോയിലേക്ക് പോകാം. മോളെ ഏതായാലേ ഇമ്മന്റെ കുട്ടി പോയി തിരുമ്പി കുളിച്ചോ. ആരെ ബാങ്ക് കൊടുക്കാനായിക്കണേ. ഇമ്മ അടിച്ചു പോയിക്കോളി ചെറട്ടാ. ഇമ്മ ഞാൻ ഇത് മുഴുവനൊക്കെ അടിച്ചു പോയിട്ട് പൊയ്ക്കോളയാണ്. മോളെ അതൊന്നും സാരമില്ല. ഇമ്മ എടുത്തോണ്ട് ഇനിയിപ്പോ പടം കൂടി അടിച്ചു തുറക്കാനുള്ളത് അത് ഇമ്മ ചെയ്തോണ്ട് ഇമ്മന്റെ കുട്ടി പോയിട്ട് വേഗം തിരുമ്പി കൊടുക്കാൻ നോക്ക് ട്ടാ. എന്നായിക്കോട്ടെ അമ്മ, ഞാൻ കുടിച്ചിട്ട് വരാൻ മതി. പഠിച്ചോനെ, ആ പെമ്പറന്നോളം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവുമോ? ഏതായാലും ഇപ്പോൾ ഒരു മാസമായല്ലോ. ഓള് മറന്നിട്ടുണ്ടാവും. ഏതായാലും ഓളെൻ്റെ പേരും പറഞ്ഞിട്ട് അവിടുത്തെ വർത്താനൊക്കെ അറിയും ചെയ്യാം. അല്ലപ്പോൾ ഒന്നിച്ചില്ല മാസമായാലും അപ്പം ഞാൻ അവിടുന്ന് പോന്നിട്ട് എന്തെങ്കിലൊന്നും അറിയാണ്ടിച്ചാൽ പൊറുതിയേടുണ്ട്. ഏതായാലും ഇതൊന്ന് പോയി നോക്കാം. പഠിച്ചോനെ, അവിടുത്തെ പെണ്ണ് കാണാതിരിക്കട്ടെ. ഏതായാലും ബെല്ലടിക്കണ്ട, ബാക്കിൽ കൂടെ പോവാം. സുലേഖ ബാക്കിലുണ്ടാവും. അപ്പോൾ അതാ നല്ലത്. ചിലപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഓളാവും പാഞ്ഞു വന്ന് വായി തുറക്കുക. അത് വേണ്ട, ബാക്കിൽ കൂടെ പോവാം. എന്താ ഇങ്ങനെ കെട്ടിപ്പോതിച്ച് ഏതായാലും ഓൾ അടുക്കളയിൽ തന്നെ ഉണ്ട്. മരിയോളെ കാണാനില്ലല്ലോ. ഓളെ ഔത്താവും. ഏതായാലും നന്നായി. ഏതായാലും ഇവിടെ വിളിച്ചോക്കാം. എനിക്ക് ഉറക്കം വിളിക്കാനും വെച്ചാൽ മറ്റുള്ളവർ കയറി വന്നാലോചിച്ചിട്ടാണ്. പെമ്പറന്നോക്ക് ചെവി കേൾക്കൂല റബ്ബേ. മരിയോള് കയറി വന്നപ്പോ പെമ്പറന്നാളെ ചെവി അടിച്ചു പോയാ. എന്താ മനസ്സിലായിരുന്നു? എന്താ അവിടെ വന്നിട്ട് സൂസൂസ് വിളിക്കണേന്ന് എന്റെ പേരെടുത്ത് വിളിച്ചൂടെ? പൊന്നാരെന്താ ഇവിടെ അന്നെ സുലേഖാന്ന് വിളിക്കാനൊക്കെ നല്ല പൂതിയുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? സുലേഖാന്ന് നീട്ടി വിളിക്കുമ്പോത്തിന് എൻ്റെ മരിയോളുണ്ട് മണ്ടി വരൂ വിചാരിച്ചിട്ടാ പേടിച്ചിട്ടാണ്. അതിനെന്താ ആമീന്താത്ത നിങ്ങൾ പേടിക്കണം? എൻ്റെ മരിയോളെ അതിൻ്റെ മരിയോൾ നിങ്ങൾ വരുന്നതിനൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര പേടി?
അതിന് ഇന്നൊന്നും പറഞ്ഞിട്ടില്ലടി. ഞാനൊരു മാസം മുന്നേ അന്നോട് ഛർദ്ദിച്ചതൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഓള് ദേഷ്യം പിടിച്ചിട്ട് നിങ്ങൾ കുറേ കാര്യം പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിക്കണോന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നിച്ചില്ല മാസമായി പേടിച്ചിട്ട് അങ്ങോട്ടൊന്നും വരാത്തത്. അതുകൊണ്ടാടി ആ കാര്യമാണ് ഇപ്പം നിങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ടെടുക്കണത്. തെണ്ടാടി എല്ലാം നിങ്ങളിങ്ങനെ അങ്ങോട്ട് കാണാൻ ഞാൻ മനസ്സോട് വിചാരിച്ചും ചെയ്ത് അമീതാത്ത എനക്കും തിരക്കും കണ്ടിന്. ഇപ്പം തീരെ ഉണ്ട് കാണില്ലാന്ന്. ഓളതൊക്കെ മറന്നിട്ടുണ്ടോ പൊന്നാരെൻ്റെ അമീതാത്ത. ഞാൻ തന്നെ മറന്നിക്കണ്. നിങ്ങളിപ്പോൾ അവിടെ ചാരിക്കാതെ അങ്ങോട്ട് വരി. ആയിക്കോട്ടെ ഞാനവിടെ കയറിക്കാം. അതിൻ്റെ അമ്മ അതിൻ്റെ സ്റ്റെപ്പ് എടുത്ത് കയറിയപ്പോൾ മനസ്സിലേക്ക് വെച്ചാതായില്ല. പിന്നെ അതൊക്കെ മറന്നിട്ടുണ്ടാവില്ല ഓള്. ഞാൻ പേടിച്ചിട്ടേന്. ഏതായാലും ഓളോടെ പൊന്നാരൻ്റെ അമീതാത്ത ഓള് കുടിച്ചാൻ പോയിക്കോളി. എന്നോട് പറയാം നേരെ ബാങ്ക് കൊടുക്കാനായില്ല. അപ്പം ഞാൻ പറഞ്ഞു ബാക്കിയുള്ള പണിയോടെ ഇട്ടോ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോൾ ഓള് വേഗം പോയി കുളിക്കാൻ പോയിക്കോളി. പിന്നെ അല്ല എന്താ ഇപ്പം ഇന്നാളത്തെ കയ്യിൽ തൂക്കാപാത്രം അതിലിപ്പോൾ എന്താ ഉള്ളത്? അത് കുറച്ച് പൂളാടി നമ്മൾ തൊടുവിലുണ്ടായതേ. നല്ല പൂളയാണ്, നമ്മളുണ്ടാക്കിയ പൂളയാണ്. അപ്പം ഞാൻ തിന്നപ്പോൾ അന്ന ഓർമ്മ വന്നേ. ഏതായാലും എനിക്ക് നല്ല പെരുത്ത് ഇഷ്ടമല്ലേ ചോദിച്ചെടുത്താലും ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അതാണ് പിടിച്ചോ. പൂളാണ്. എനിക്ക് എന്തോ ഇഷ്ടമാണ്. ഏതായാലും അത് കൊടുന്ന് നന്നായി. അതാണ് ഏതായാലും നല്ല കട്ടൻ ചായ കൂട്ടിയിട്ട് കുട്ടുന്ന. ഏതായാലും ഇതാ വിൽക്കട്ടെ. 4 മണിക്കത്തെ ചായക്ക് കുടിക്കാം. ഏതായാലും നിങ്ങൾ വിളിക്കുന്നത് എന്താപ്പോൾ ദിവസം വരായത്? അപ്പം ഇത് പേടിച്ചിട്ടാണല്ലേ എപ്പോഴല്ലൊക്കെ മനസ്സിലായത്. പൊന്നാരൻ്റെ അമീതാത്ത ഓൾ പറയാനുള്ളത് പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കണം പരിപാടി. ഓളെടുത്തൂല്ല എൻ്റെ അടുത്തൂല്ല. അത് വെച്ചിട്ട് ഇന്നലെ ഓൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ നിൽക്കണ്ട കേട്ടാ. അതൊന്നും വന്നോണ്ട് ആരും മൊണ്ടി പറയാനില്ലായിട്ട് എനിക്ക് എന്തോരം പെറുതിയോട്. ഓൾ കുളി നിസ്കാരം ചോടപ്പം കഴിഞ്ഞാൽ ഓള് പിന്നെ റൂമിൻ്റെ ഉള്ളിൽ പുതുക്കല്ലേ. പിന്നെ ഞാനിങ്ങനെ മേപ്പോട്ട് നോക്കിയാൽ പത്രം വായിക്കാൻ ഞാൻ അത് മടുത്തിക്കണം. ആടി അത് പേടിച്ചിട്ടാണ്. പിന്നെ ഇജ്ജ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഓള് വേഗം ചോറ് തിന്നു കഴിഞ്ഞാൽ ഓള് റൂം അടിച്ച് കിടക്കും. ഇജ്ജ് പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ മേപ്പോട്ട് പോക്കി നടക്കുക. അപ്പം ഞാൻ മനസ്സോട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഓളടുത്തേക്കൊന്ന് പോയാലോ. ഓളടുത്തേക്ക് പോയാൽ എത്ര പ്രാവശ്യം ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് ഇറങ്ങിയിരിക്കണുണ്ട്. ഇവളെ പേടിച്ചിട്ട് അങ്ങോട്ട് തന്നെ കയറിയിരിക്കണം. ഇവിടെ എങ്ങനെയെന്ന് ഞമ്മക്കറിയില്ലല്ലോ. ഏതായാലും മനസ്സിലേക്ക് ഞാൻ എന്നോട് വേറെ കാര്യം ചോദിക്കാം. എല്ലടി ഒന്നിച്ചില്ല മാസമായല്ല അവൾക്ക് പള്ളയിലൊന്നും ഇല്ലേ? എന്താപ്പത്? അതിനൊക്കെ ഒരു ബാഗൊക്കെ കജ്ജിക്കും മജ്ജിക്കൊക്കെ ആക്കണോ? പിന്നെ ലാസ്റ്റ് കേദിക്കേണ്ടി വരും. ഒരു മാസമായാലോ ഒന്നും കേട്ടറിഞ്ഞും ചെയ്തില്ലല്ലോ. എന്തെങ്കിലും ഒന്നും ഇല്ലേ? അതിനില്ല അമീന്താത്ത ഒരു മാസമല്ല ആയിട്ടുള്ളൂ. പിന്നെ നന്നാല് ഒരു വിചാരിക്കണ്ടപ്പോൾ ഇതിനൊക്കെ. പിന്നെ നന്നാല് ഒരു മാത്രം വിചാരിച്ചാൽ പോരാ. പഠിച്ചോന്ന് ഒരാൾ നമുക്ക് തരണ്ടേ. അതൊക്കെ ശരിയായിക്കോളും. പിന്നെ നിങ്ങളിപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാവും പൂളെ താങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ടാവും അല്ലേ? എനിക്ക് നിൽക്കക്കളി ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇത് തോന്നി ചെയ്ത് നിങ്ങളിത് ചോദിക്കാൻ തന്നെ ആവും. ലാസ്റ്റ് ഇപ്പം വെച്ചപ്പോൾ എന്നാൽ തൊള്ളയിൽ വന്നും ചെയ്തില്ലേ? ഏതായാലും ഇപ്പം നിങ്ങൾ ചോദ്യം കേട്ടത് പോള് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ തല വേറിട്ടു. അവളിപ്പോൾ കുളിക്കാൻ പോലെ നിങ്ങളെ നല്ല ഭാഗ്യം. അങ്ങനെ അമ്മ ഓള് കേട്ടിട്ടുണ്ടാവോടി. പഠിച്ചോനെ റബ്ബിൽ സദായി തമ്പുരാനെ. അല്ലാ ഓള് കുളിക്കാൻ പോയതിൻ്റെ നല്ല ഭാഗ്യം. അല്ലാ പഠിച്ചോനെ. ഏതായാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ അപ്പുറത്ത് നിന്ന് നല്ലോണം കേട്ടിക്കണം. എടി എന്നാ ഞാൻ പോട്ടെട്ടാ. ഞാൻ തൂക്കാപാത്രം നമ്മൾ നാളെ വരട്ടാ. ശരിട്ടടി ഞാൻ പോകട്ടെ. എല്ലാം നിങ്ങൾ എവിടെ പോണത്? അവിടെ നിൽക്കി. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയണ്ടേ? എന്നിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. അല്ല ഇന്നൊക്കെ എന്തിൻ്റെ അസുഖമാണ്? ഇന്നലെ ഞാൻ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കച്ചറ ഉണ്ടാക്കി പോയ ആളാണ്. ഞാൻ പിന്നെ കാണാതായപ്പോൾ നിങ്ങൾ ശല്യം ഒഴിഞ്ഞു വിചാരിച്ചത്. പിന്നെ വീണ്ടും ഈ ഒരു മാസമായല്ലോ എന്താ പഴയ ഉണ്ടാവാത്തത്? അങ്ങനെ 100 കാര്യങ്ങളായിട്ടപ്പോൾ നിങ്ങൾ വന്നിരിക്കണത്. അതായത് ഇൻ്റെ സമയമായാലും എനിക്ക് പഴയ ഉണ്ടാവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇന്നത്തെ ആദ്യം ഞാൻ അറിയിക്കാം. ഓരോ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വരും ഇങ്ങോട്ട്. ഹേയ് എൻ്റെ അമ്മീ. ഏതായാലും ഞാൻ ഇമ്മ സോപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോഴല്ലേ ഇപ്പം ഞാൻ കേട്ടത്. സോപ്പ് ഇടണേ. അത് മോളെ എന്നാൽ റൂമിൽ ആ ഷെൽഫിൽ തന്നെ ഉണ്ട് സോപ്പ്. അതും അവിടെ നിർത്തോളി മാല കുട്ടി. ആയിക്കോട്ടെ ഞാൻ അവിടെ നിർത്തോണ്ട്. ഇനി അടുത്ത മാസം വന്നോണ്ട് ഈ കാര്യം തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അമീന്താത്ത ഞാൻ എന്നോട് അപ്പോഴും പറഞ്ഞു ഇമ്മാതി കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ പോലെ അവള് കേൾക്കാൻ ചോദിച്ചിട്ട് നിങ്ങൾ തല എടുക്കുമെന്ന് ഞാൻ എന്നോട് പറഞ്ഞു. ഇപ്പം എന്തായി? ഇപ്പം സമാധാനമായില്ല. നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. അതിൻ്റെ അമീന്താത്ത നിങ്ങൾക്ക് വേറെ സുഖമൊന്നും ഇല്ല.
നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ചോദിക്കുമല്ലോ, പിന്നെ കുട്ടികളായില്ലേ, എന്താ കുട്ടികളാവാത്തത്, ആരെ കുഴപ്പമാണ്, ഇങ്ങനത്തെ 100 കാര്യങ്ങൾ എല്ലാ പേരെയും പോയി ചോദിക്കലുണ്ട്. കുറേ ആൾക്കാരോട് പറഞ്ഞ് കേട്ടും ചെയ്തിക്കണം. ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രായമായിക്കണം അമിതാത്ത, നിങ്ങൾ ഉള്ള നേരം നിശ്ചയിച്ചിട്ടില്ല ആയില്ലാന്ന് പറഞ്ഞ് കുത്തറന്നോളി, ഇക്കളും സ്വലാത്തായിട്ട് ഇരുന്നോളി. അതൊക്കെ ഉണ്ടാവുള്ളൂ കബറിക്ക് പോകുമ്പോൾ, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ പണി നോക്കി ചിക്ക് ഇവിടെ പണിയുണ്ട്, നിങ്ങൾ പൊയ്ക്കോളി. അതിന് തൂക്കപാത്രം ഞാൻ പോയിച്ചു തരാൻ നിൽക്കുന്നത്. അത് വേണ്ടടി, ഇത് നാളെ ആരെങ്കിലും കൊടുത്തയച്ചാൽ മതി. എന്നാ ആയിക്കോട്ടെ, നമ്മൾ പോകുന്നാല്. എന്നാ ശരിയടി. ഓരക്കമ്മത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിക്കണം. ഓരോ തൊള്ളയുള്ള മുഴുവൻ നമ്മൾ കേൾക്കേണ്ടിയിരുന്നു. ഇപ്പം കേട്ടില്ല, സമാധാനമില്ല മനസ്സിലാക്കി. വരെ തന്നെ കുത്തറുണ്ടാവും മതിയെന്ന് മനസ്സിലായി. കാലുകൊണ്ട് ഇല്ലാത്തോടത്ത് മനസ്സിനെ വാങ്ങിയിട്ട് എൻ്റെ അമ്മ ഈ തള്ളക്ക് പെരെ കുത്തറുന്നൂടെ. തള്ളക്ക് നേരെ ചോറ് നടക്കാനും കൂടി പറ്റണില്ല. കൊക്കിയിട്ടാണ് എല്ലായിടത്തും നടക്കുന്നത്. തള്ള ഇടിഞ്ഞിട്ട് വീണിട്ടുണ്ടെങ്കിൽ തള്ളനെ ആര് നോക്കിച്ചിട്ടാണാവോ. മര്യാദക്ക് തന്നെ ഇഷ്ടം വേണ്ടി 4 എണ്ണം ഉണ്ട്, പൊറുക്കാനും എടുക്കാനും ഇരിക്കാനും ഒക്കെ ഇഷ്ടം വേണ്ടിയുണ്ട്. എന്നിട്ടിപ്പോൾ ആ കുട്ടികളെ നോക്കണേക്ക് പോയി തള്ളനെ നോക്കുക. തള്ളക്ക് അവിടെ ഇക്കപ്പെടുത്തി ഉണ്ടാവില്ല ഇവിടുത്തെ കാര്യങ്ങൾ അറിയായിട്ട്. വല്ലാത്തൊരു മനുഷ്യന്മാരല്ലേ പഠിച്ചോനെ, വല്ലാത്തൊരു ആമിതാത്തായിപ്പോയി മക്കളെ. പഠിച്ചോൻ്റെ പണി ഇപ്പോഴൊക്കെ കഴിഞ്ഞാൽ 37 താങ്ങി പിടിച്ച് കൊള്ളുന്ന പൂറാണ്. ഞാനിപ്പോൾ ഇത് പള്ളേർ എന്താ ഇല്ലാത്തൊന്നല്ല ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതിനാണ് ഇപ്പോൾ ഇങ്ങനെ കുരച്ചിപ്പട്ടീനെ പോലെ ചാടി കളിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല. ഞാൻ റുക്കിയാൻ്റെ മരുമോൾക്ക് പള്ളേ ഇല്ലാന്നപ്പം പറഞ്ഞു കേട്ടത്. ആരെ കുഴപ്പമാണാവോ, ഓൻ്റെ കുഴപ്പമാണാവോ, ഇനി മരുമോളെ കുഴപ്പമാണാവോ, ഒന്ന് പോയി ചോദിച്ചോക്കട്ടെ. ഏതായാലും അവിടെ നിന്നുണ്ടെങ്കിലും കിട്ടും. അപ്പോൾ മുത്തുമണിയാളെ ആമിന്താത്ത ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല. അപ്പം ഇനി ഏതായാലും പുറത്ത് പോവുകയാണ്. ഇനി അപ്പുറത്തെ പേരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നാണ് ഇപ്പോൾ മുപ്പത്തേരെ വിചാരം. ഏതായാലും വല്ലാത്തൊരു സാധനം തന്നെയാണ് ഈ ആമിന്താത്ത. അപ്പം മക്കളെ, മുത്തുമണിയാളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞപ്പോൾ തന്നെ ലൈക്കും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ മുത്തുമണിയാളെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും.